തിരുനാമത്തിന് മഹത്വം. ഇസ്രായേലും സഭയും എന്ന അധ്യായത്തിൽ നമ്മൾ പ്രധാനമായിട്ടും ചിന്തിച്ചത് ലോകസ്ഥാപനത്തിന് മുൻപേ, ലോകസ്ഥാപനം മുതൽ എന്നീ പ്രയോഗങ്ങൾ, അതുപോലെ പുതിയ നിയമസഭ എന്ന മർമ്മം, മൂന്നാമതായിട്ട് സഭയും ആത്മീക ഇസ്രായേലും, നാലാമത് സഭയും ദൈവത്തിൻ്റെ ഇസ്രായേലും ഇത്യാദി വിഷയങ്ങളാണ് നമ്മൾ ചിന്തിച്ചത്. ഇന്ന് അടുത്ത ചാപ്റ്ററിലേക്ക്, അടുത്ത അധ്യായത്തിലേക്ക് ഇസ്രായേലിൻ്റെ പ്രത്യാശയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ഭാവി എന്ന തലക്കെട്ടിൽ നിന്നുകൊണ്ട് ചില വിഷയങ്ങളാണ് തുടർന്ന് നാം പരിശോധിക്കാനായിട്ട് പോകുന്നത്. ഇസ്രായേലിൻ്റെ ഭാവിയെ സംബന്ധിച്ച് വളരെ കൃത്യമായിരിക്കുന്ന, വളരെ വ്യക്തമായിരിക്കുന്ന ധാരാളം പ്രവചനങ്ങളും വെളിപ്പാടുകളും ബൈബിളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവയെ ഒത്തൊരുമിച്ച് ഒരു കുടക്കീഴിലേക്ക് കൊണ്ടുവന്ന് മനസ്സിലാക്കുവാനായിട്ടാണ് നാം ശ്രമിക്കുന്നത്. നിശ്ചയമായിട്ടും ആ പഠനം തിരുവെഴുത്തുകളെ സംബന്ധിച്ച് കൂടുതൽ ഉൾക്കാഴ്ച നമുക്ക് നൽകും, നമ്മുടെ പ്രത്യാശയെയും അത് വർദ്ധിപ്പിക്കുന്നതാക്കി തീർക്കുമെന്നുള്ളതിന് രണ്ട് പക്ഷമില്ല. പ്രാർത്ഥനയോടെ ഇസ്രായേലിൻ്റെ ഭാവി എന്ന ഭാഗത്തേക്ക്, ഇസ്രായേലിൻ്റെ പ്രത്യാശയെ സംബന്ധിച്ച് ചില വിഷയങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കാം. ഇസ്രായേലിൻ്റെ ഭാവിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, ഇസ്രായേലിൻ്റെ ഭാവിയെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, ആദ്യം നമ്മൾ പഠനവിധേയമാക്കുന്ന ഒരു ടൈറ്റിൽ, ഒരു പ്രയോഗം എന്ന് പറയുന്നത് ജാതികളുടെ കാലം, ദ ടൈംസ് ഓഫ് ദി ജെൻറ്റൈൽസ്, ജാതികളുടെ കാലം എന്ന പ്രയോഗമാണ്. ഇസ്രായേലിൻ്റെ ഭാവിയെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുമ്പോൾ പ്രാഥമികമായി പഠിക്കേണ്ട ഒരു പ്രയോഗമാണത്, ജാതികളുടെ കാലം എന്നുള്ളത്. തിരുവെഴുത്തിൽ, ബൈബിളിൽ ഒരിടത്തും മാത്രമാണ് ജാതികളുടെ കാലം എന്ന പ്രയോഗം നമ്മൾ കാണുന്നത്. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ് അതിനെക്കുറിച്ച് പറഞ്ഞത്. ലൂക്കോസിൻ്റെ സുവിശേഷം 21-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യം, ലൂക്കോസ് 21:24 നാം ഇങ്ങനെ വായിക്കുന്നു: അവർ വാളിൻ്റെ വായ്ത്തലയാൽ വീഴുകയും അവരെ സകല ജാതികളിലേക്കും ബദ്ധന്മാരായി കൊണ്ടുപോവുകയും ജാതികളുടെ കാലം തികയുവോളം ജാതികൾ യെരൂശലേം ചവിട്ടിക്കളയുകയും ചെയ്യും. ജാതികളുടെ കാലം തികയുവോളം ജാതികൾ യെരൂശലേം ചവിട്ടിക്കളയും. അപ്പോൾ യേശു കർത്താവാണ് ജാതികളുടെ കാലം എന്ന പ്രയോഗം, ആ ഒരു വാക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്താണ് ജാതികളുടെ കാലം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്നൊരൊറ്റ വാചകത്തിൽ വിശദീകരിച്ചിട്ട്, വ്യക്തമാക്കിയിട്ട് ഞാൻ എൻ്റെ വിശദീകരണങ്ങളിലേക്ക് പോകാം. യെരൂശലേമിൻ്റെ മേൽ വിജാതീയ ലോകരാഷ്ട്രങ്ങൾ, യെരൂശലേമിൻ്റെ മേൽ വിജാതീയ ലോകരാഷ്ട്രങ്ങൾ ആധിപത്യം പുലർത്തുന്ന സുദീർഘമായിരിക്കുന്ന ഒരു കാലയളവിനെയാണ് ജാതികളുടെ കാലം എന്നതുകൊണ്ട് തിരുവെഴുത്ത് അർത്ഥമാക്കുന്നത്. ഒരിക്കൽ കൂടെ പറയാം: യെരൂശലേമിൻ്റെ മേൽ വിജാതീയ ലോകരാഷ്ട്രങ്ങൾ ആധിപത്യം പുലർത്തുന്ന സുദീർഘമായിരിക്കുന്ന ഒരു കാലയളവ്. ഈ ജാതികളുടെ കാലത്തെക്കുറിച്ചുള്ള വിശദമായ ദർശനം ലഭിച്ച രണ്ട് പ്രവാചകന്മാരാണ് ദാനിയേൽ പ്രവാചകനും അതുപോലെ തന്നെ അപ്പോസ്തലനായ യോഹന്നാനും. അവരുടെ പ്രവചനങ്ങൾ നമ്മൾ പഠിക്കുമ്പോഴാണ് ഈ ജാതികളുടെ കാലത്തെക്കുറിച്ച് കൂടുതൽ ഉൾക്കാഴ്ച, ജാതികളുടെ കാലം എന്നതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ഗ്രഹിക്കുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ യെരൂശലേമിൻ്റെ മേൽ വിജാതീയ ലോകരാഷ്ട്രങ്ങൾ ആധിപത്യം പുലർത്തുന്ന സുദീർഘമായിരിക്കുന്ന ഒരു കാലയളവിനെയാണ് ജാതികളുടെ കാലം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് പറയുമ്പോൾ, ഈ ജാതികളുടെ കാലത്തിൻ്റെ ആരംഭം എപ്പോഴാണ്, ജാതികളുടെ കാലം എപ്പോഴാണ് ആരംഭിക്കുന്നത് എന്ന ഭാഗമാണ് നമുക്ക് അതോട് ഉള്ള ബന്ധത്തിൽ ആദ്യം പരിശോധിക്കാൻ ആവശ്യമായിട്ടുള്ളത്. ജാതികളുടെ കാലത്തിൻ്റെ ആരംഭം, അതായത് ജാതീയ രാഷ്ട്രങ്ങൾ, വിജാതീയ ലോകരാഷ്ട്രങ്ങൾ യെരൂശലേമിൻ്റെ മേൽ ആധിപത്യം പുലർത്തുവാൻ ദൈവം നിശ്ചയിച്ച സമയത്തിൻ്റെ ആരംഭം എപ്പോഴാണ് എന്ന് ചോദിച്ചാൽ, തെക്കേ രാജ്യമായ യഹൂദയെ ബാബിലോൺ ആക്രമിച്ച് പ്രവാസത്തിലേക്ക് കൊണ്ടുപോയതോടുകൂടെയാണ് ജാതികളുടെ കാലം ആരംഭിക്കുന്നത്. അതായത് ബാബിലോൺ രാജാവായ നെബൂഖദ്നേസർ യെരൂശലേമിലേക്ക് വന്ന് അതിനെ കീഴ്പ്പെടുത്തി, അതിനെ നിരോധിച്ച് യഹൂദ ജനത്തെ പ്രവാസികളായി ബാബിലോണിലേക്ക് കൊണ്ടുപോയതോടുകൂടെയാണ് ജാതികളുടെ കാലം ആരംഭിക്കുന്നത്. ഈ ബാബിലോൺ സാമ്രാജ്യത്തിൻ്റെ യെരൂശലേം ആക്രമണത്തെക്കുറിച്ച് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ 3 പ്രാവശ്യമാണ് ബാബിലോൺ രാജാവായ നെബൂഖദ്നേസർ യെരൂശലേമിലേക്ക് വന്ന് അവരെ പ്രവാസികളായി കൊണ്ടുപോയത്. 3 പ്രാവശ്യം എന്ന് പറഞ്ഞാൽ, ആദ്യത്തേത് BC 605
ദാനിയേൽ പ്രവചനം 1-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അത് കാണാനായിട്ട് സാധിക്കും. BC 605 ആദ്യത്തെ ആക്രമണം. ദാനിയേലും സുഹൃത്തുക്കളും അടങ്ങിയ ഒരു വിഭാഗം ജനത്തെ ആദ്യം പ്രവാസികളായി കൊണ്ടുപോയി. ഈ ബാബിലോൺ രാജാവിൻ്റെ രണ്ടാമത്തെ യെരൂശലേം ആക്രമണം എന്ന് പറയുന്നത് BC 597 2 രാജാക്കന്മാർ 24-ാം അധ്യായം അതിൻ്റെ 10 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചാൽ യഹൂദ രാജാവായ യെഹോയാഖീൻ ഉൾപ്പെടുന്ന ഒരു വിഭാഗം ജനത്തെ രണ്ടാമത്തെ ആക്രമണത്തിൽ അടിമകളായിട്ട് കൊണ്ടുപോകുന്നുണ്ട് BC 597. മൂന്നാമത്തെ യെരൂശലേം ആക്രമണം നടന്നത് BC 586 2 രാജാക്കന്മാർ 25-ാം അധ്യായം, അതുപോലെ 2 ദിനവൃത്താന്തം 36-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യമൊക്കെ വായിച്ചാൽ അത് വളരെ വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കും. ഈ മൂന്നാമത്തെ പ്രാവശ്യമാണ് യെരൂശലേമിനെയും യഹൂദയെയും അല്ലെങ്കിൽ യെരൂശലേമിനെയും ദൈവാലയത്തെയും നെബൂഖദ്നേസർ നശിപ്പിക്കുന്നത്. അപ്പോൾ ഈ 3 പ്രാവശ്യമായിട്ടാണ് ഇവരെ പ്രവാസികളായിട്ട് ബാബിലോൺ രാജാവ് ബാബയിലേക്ക് കൊണ്ടുപോയത്. അപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ടും ഉയരുന്ന ഒരു ചോദ്യം, എന്തുകൊണ്ട് ബാബിലോൺ പ്രവാസത്തെ ജാതികളുടെ കാലത്തിൻ്റെ ആരംഭമായിട്ട് പരിഗണിക്കുന്നു? എന്തുകൊണ്ടാണ് ഈ ബാബിലോൺ ആക്രമണത്തെ ജാതികളുടെ കാലത്തിൻ്റെ ആരംഭമായിട്ട് പരിഗണിക്കുന്നത്? ആ ചോദ്യം ഉയരുവാനുള്ള കാരണം എന്തെന്ന് ചോദിച്ചാൽ, ബാബിലോൺ ആക്രമണത്തിന് മുൻപും ഈ ഇസ്രായേൽ ജനം, യഹൂദ ജനം വിജാതീയ ലോക ഭരണത്തിൻ്റെ കീഴിലായിരുന്നിട്ടുണ്ട്. ഉദാഹരണമായിട്ട് ഇസ്രായേൽ ജനം 430 സംവത്സരം മിസ്രയീമിൽ അടിമകളായിരുന്നു. അതുപോലെ ന്യായാധിപന്മാരുടെ ഭരണകാലത്ത് നമ്മൾ പരിശോധിച്ചാൽ ഏകദേശം 93 വർഷത്തോളം ഇസ്രായേൽ ജനം ജാതീയ ഭരണത്തിൻ്റെ കീഴിലായിരുന്നു. ബാബിലോൺ പ്രവാസം ആരംഭിക്കുന്നതിന് മുൻപ് BC 722 വടക്കേ രാജ്യമായ ഇസ്രായേൽ അശൂരിലേക്ക് അല്ലെങ്കിൽ അസീറിയൻ സാമ്രാജ്യത്താൽ ശൂന്യമാക്കപ്പെടുകയും നശിപ്പിക്കപ്പെടുകയും ചെയ്തു. ഇതൊക്കെ ഇങ്ങനെ സംഭവിച്ചിരിക്കെ എന്തുകൊണ്ടാണ് ഈ ബാബിലോൺ ആക്രമണത്തെ മാത്രം അല്ലെങ്കിൽ ആ ആക്രമണത്തെ ജാതികളുടെ കാലത്തിൻ്റെ ആരംഭമായിട്ട് പരിഗണിക്കുന്നത്? അതിന് അടിസ്ഥാനപരമായിട്ട് 2 കാരണങ്ങളാണുള്ളത്. ബാബിലോൺ ആക്രമണത്തെ ജാതികളുടെ കാലത്തിൻ്റെ ആരംഭമായി പരിഗണിക്കുവാനായിട്ട് അടിസ്ഥാനപരമായ 2 കാരണങ്ങൾ. ഈ കാരണങ്ങൾ ഗ്രഹിക്കണമെങ്കിൽ തെക്കേ രാജ്യമായ യഹൂദയെക്കുറിച്ചും അതിൻ്റെ അവസാനത്തെ രാജാവായ സിദക്കിയാവിനെക്കുറിച്ചും ചില കാര്യങ്ങൾ നമ്മൾ പ്രാരംഭമായിട്ട് അതോടുള്ള ബന്ധത്തിൽ അറിഞ്ഞിരിക്കാൻ ആവശ്യമായിട്ടുണ്ട്. എങ്കിൽ മാത്രമാണ് ഈ ബാബിലോൺ ആക്രമണത്തെ എന്തുകൊണ്ട് ജാതികളുടെ കാലത്തിൻ്റെ ആരംഭമായി പരിഗണിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. ഈ സിദക്കിയാവിനെ, യഹൂദയുടെ അവസാനത്തെ രാജാവായിരിക്കുന്ന സിദക്കിയാവിനെക്കുറിച്ച് ഇരമ്യാവ് പറഞ്ഞൊരു വാക്ക്, ഇരമ്യാ പ്രവചനം 52-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ വായിച്ചാൽ, യഹോയാക്കീം ചെയ്തതുപോലെയൊക്കെയും അവൻ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. യഹോവയുടെ കോപം ഹേതുവായി യെരൂശലേമിനും യഹൂദയ്ക്കും അങ്ങനെ ഭവിച്ചു. അവൻ ഒടുവിൽ അവരെ തൻ്റെ സന്നിധിയിൽ നിന്ന് തള്ളിക്കളഞ്ഞു. ഈ സിദക്കിയാവിനെക്കുറിച്ച് ഇരമ്യാവ് പറഞ്ഞ വാക്കുകളാണ്. യഹോയാക്കീം ചെയ്തതുപോലെയൊക്കെയും അവൻ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. സിദക്കിയാവിനെക്കുറിച്ച് പറയുകയാണ്, അവൻ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. യഹോവയുടെ കോപം ഹേതുവായി യെരൂശലേമിനും യഹൂദയ്ക്കും അങ്ങനെ ഭവിച്ചു. അവൻ ഒടുവിൽ അവരെ തൻ്റെ സന്നിധിയിൽ നിന്ന് തള്ളിക്കളഞ്ഞു. സിദക്കിയാവിൻ്റെ കാലത്താണ് ദൈവം പൂർണ്ണമായിട്ട് ജനത്തെ തള്ളിക്കളയുന്നത്. എന്ന് പറഞ്ഞാൽ സിദക്കിയാവിൻ്റെ ഭരണകാലത്താണ് യഹൂദയും യെരൂശലേമും അതിക്രമത്തിൻ്റെ അല്ലെങ്കിൽ പാപത്തിൻ്റെ തികവിലേക്ക് വന്നത്. ഈ ദൈവിക ന്യായവിധിയുടെ സ്വഭാവം എന്ന് പറയുന്നത്, ദൈവം ഒരു വ്യക്തിയെയോ ഒരു ദേശത്തെയോ സമൂഹത്തെയോ ന്യായം വിധിക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ അവരുടെ പാപം അതിൻ്റെ തികവിലെത്തുമ്പോഴാണ്, അതിൻ്റെ പൂർണ്ണതയിലെത്തുമ്പോൾ. എന്ന് പറഞ്ഞാൽ ദൈവം വെച്ചിരിക്കുന്ന ഒരു ലിമിറ്റുണ്ട്, ഒരു പരിധിയുണ്ട്. ആ പരിധി എത്തുമ്പോഴാണ് ദൈവം ന്യായം വിധിക്കുന്നത്. അതുവരെ ദൈവത്തിൻ്റെ ദീർഘക്ഷമയാണ്. അപ്പോൾ നമ്മളിത് ദൈവം അബ്രഹാമി ഉടമ്പടി പഠിച്ചപ്പോൾ നമ്മൾ ചിന്തിച്ചതാണ്, ദൈവം അബ്രഹാമിന് ദേശം വാഗ്ദത്തം ചെയ്യുന്ന സമയത്ത്, അബ്രഹാമിനോട് നിയമം ചെയ്യുന്ന സമയത്ത് ദൈവം അബ്രഹാമിനോട് പറയുന്നുണ്ട്, ഉൽപ്പത്തി 15-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം, ഈ ദേശം വാഗ്ദത്തം ചെയ്യുമ്പോൾ അമോര്യരുടെ അക്രമം ഇതുവരെ തികഞ്ഞിട്ടില്ല. അപ്പോൾ കനാൻ നിവാസികളുടെ അതിക്രമം, അവരുടെ പാപം അതിൻ്റെ തികവിൽ എത്തിയ സമയത്താണ് ഇസ്രായേൽ ജനം കനാനിലേക്ക് പ്രവേശിച്ച് അവരെ നശിപ്പിക്കുന്നത്. അപ്പോൾ ദൈവം ന്യായവിധി നടത്തുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ പാപം അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ, അതിൻ്റെ തികവിലെത്തുമ്പോഴാണ്. ഈ യഹൂദയുടെയും യെരൂശലേമിൻ്റെയും പാപം അതിൻ്റെ തികവിലെത്തിയത്
സിദക്കിയാവിൻ്റെ കാലത്താണ്. സിദക്കിയാവിനോട് എഹെസ്കേൽ പ്രവാചകൻ പറയുന്ന വാക്കുകൾ ഒന്ന് ശ്രദ്ധിക്കാം. എസെക്കിയേൽ പ്രവചനം 21-ാം അധ്യായത്തിൻ്റെ 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. എസെക്കിയേൽ 21-ൻ്റെ 25 മുതൽ 27 വരെ വായിച്ചു കഴിഞ്ഞാൽ അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു. ഈ സിദക്കിയാവിനോട് പറയുകയാണ്, നിഹതനും ദുഷ്ടനുമായി ഇസ്രായേലിൻ്റെ പ്രഭുവായുള്ളവേ, അന്ത്യാകൃത്യത്തിൻ്റെ കാലത്ത് നിൻ്റെ നാൾ വന്നിരിക്കുന്നു. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ മകുടം നീക്കി കിരീടം എടുത്തു കളയും, അത് അങ്ങനെ ഇരിക്കുകയില്ല. ഞാൻ താണതിനെ ഉയർത്തുകയും ഉയർന്നതിനെ താഴ്ത്തുകയും ചെയ്യും. ഞാൻ അതിന് ഉന്മൂലനാശം വരുത്തും. അതിന് അവകാശമുള്ളവൻ വരുവോളം അത് ഇല്ലാതെ ഇരിക്കും. അവന് ഞാനത് കൊടുക്കും. ഈ സിദക്കിയാവ് നിഹതനും ദുഷ്ടനുമായി, പ്രൊഫൈൻ വിക്കറ്റ് പ്രിൻസ് ഓഫ് ഇസ്രായേൽ, whose day is come when iniquity shall have an end. അന്ത്യാകൃത്യത്തിൻ്റെ കാലത്ത്, അകൃത്യം അതിൻ്റെ അന്ത്യത്തിലേക്ക് വന്നപ്പോൾ എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ കാരണമായിട്ട്, അതായത് ബാബിലോൺ ആക്രമണത്തെ, ബാബിലോൺ പ്രവാസത്തെ ജാതികളുടെ കാലത്തിൻ്റെ ആരംഭമായി പരിഗണിക്കാനുള്ള ഒന്നാമത്തെ കാരണം യഹൂദയുടെയും യെരൂശലേമിൻ്റെയും പാപം അതിൻ്റെ തികവിൽ, അതിൻ്റെ പൂർണ്ണതയിലെത്തിയത് സിദക്കിയാവിൻ്റെ കാലത്താണ്. അതുകൊണ്ടാണ്, ആ സമയത്താണ് ബാബിലോണിൻ്റെ യെരൂശലേം ആക്രമണം. അതുകൊണ്ട് ബാബിലോൺ പ്രവാസത്തെ ജാതികളുടെ കാലത്തിൻ്റെ ആരംഭമായിട്ട് പരിഗണിക്കുന്നു. ഇവിടെ നമ്മൾ വായിച്ചത് അന്ത്യാകൃത്യത്തിൻ്റെ കാലത്ത്, നിഹതനും ദുഷ്ടനുമായി ഇസ്രായേൽ പ്രഭുവായുള്ളവയെ, അന്ത്യാകൃത്യത്തിൻ്റെ കാലത്ത്, അകൃത്യത്തിൻ്റെ അന്ത്യം, ദൈവം ദേശത്തോട് കാണിച്ച ദീർഘക്ഷമ അവസാനിച്ച ആ പോയിന്റിലാണ് ഈ ബാബിലോൺ സാമ്രാജ്യം അല്ലെങ്കിൽ ബാബിലോൺ സൈന്യം യെരൂശലേമിനെ ആക്രമിക്കുന്നത്. ജാതികളുടെ കാലം തികയുവോളം ജാതികൾ യെരൂശലേമിനെ ചവിട്ടിക്കളയുമെന്നാണ് കർത്താവ് പറഞ്ഞത്. 2 രാജാക്കന്മാർ 24-14 നമ്മൾ വായിക്കുന്നു, എല്ലാ യെരൂശലേമിനെയും അവൻ ബദ്ധരാക്കി കൊണ്ടുപോയി. ആൻഡ് ഹി ക്യാരിഡ് അവേ ഓൾ ജെറൂസലേം. യഹൂദയെ ബദ്ധരാക്കി കൊണ്ടുപോയി എന്നല്ല, എല്ലാ യെരൂശലേമിനെയും ബദ്ധരാക്കി കൊണ്ടുപോയി എന്നാണ്. ജാതികളുടെ കാലം തികയുന്നത് വരെ ജാതികൾ യെരൂശലേം ചവിട്ടിക്കളയും. 2 ദിനവൃത്താന്തം 36-19 ഈ ആക്രമണത്തെക്കുറിച്ച് പറയുന്നത്, അവർ യെരൂശലേം ചുട്ടു, യെരൂശലേമിൻ്റെ മതിലിടിച്ചു, അതിലെ അരമനകളെല്ലാം തീക്കിരയാക്കി, അതിലെ മനോഹര സാധനങ്ങളൊക്കെയും നശിപ്പിച്ചു കളഞ്ഞു. ഇസ്രായേൽ ദേശത്തിൻ്റെ മഹത്വത്തെ പ്രതിദാനം ചെയ്യുന്ന നഗരമാണ് യെരൂശലേം നഗരം. ആ നഗരവും യെരൂശലേം ദൈവാലയവും ആദ്യമായി തകർക്കപ്പെടുന്നത് ബാബിലോൺ ആക്രമണത്തോടുകൂടിയാണ്. ആദ്യമായിട്ടത് നശിപ്പിക്കപ്പെടുന്നത്, ആദ്യമായിട്ട് തകർക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് ഈ ബാബിലോൺ ആക്രമണത്തെ ജാതികളുടെ കാലത്തിൻ്റെ ആരംഭമായി പരിഗണിക്കുന്നതിൻ്റെ ഒന്നാമത്തെ കാരണം അതാണ്. ഇനി രണ്ടാമത്തെ കാരണം, ബാബിലോൺ പ്രവാസത്തോടു കൂടെയാണ് മകുടം നീക്കി കിരീടം എടുത്തു കളഞ്ഞത്. നമ്മൾ ഇവിടെ വായിച്ചു, എസെക്കിയേൽ പ്രവചനം 21-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യം, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ മകുടം നീക്കി കിരീടം എടുത്തു കളയും, അത് അങ്ങനെ ഇരിക്കുകയില്ല. ഞാൻ താണതിനെ ഉയർത്തുകയും ഉയർന്നതിനെ താഴ്ത്തുകയും ചെയ്യും. അപ്പോൾ യഹൂദാ ഗോത്രത്തിൽ ദാവീദിൻ്റെ വംശാവലിയിൽ ദാവീദിൻ്റെ സിംഹാസനത്തിൽ ഇരുന്ന് ഭരിച്ച അവസാനത്തെ രാജാവാണ് സിദക്കിയാവ്. യഹൂദാ ഗോത്രത്തിൽ ദാവീദിൻ്റെ വംശാവലിയിൽ ദാവീദിൻ്റെ സിംഹാസനത്തിൽ ഇരുന്ന് ഭരിച്ച അവസാനത്തെ രാജാവ്. ബാബിലോൺ ആക്രമണത്തോടുകൂടെ യെരൂശലേമിന് ആദ്യമായിട്ട് ഉന്മൂലനാശം സംഭവിക്കുക മാത്രമല്ല ചെയ്തത്, അതോടുകൂടെ ദാവീദിൻ്റെ സിംഹാസനം ശൂന്യമാക്കപ്പെടുകയാണ്. അതിനുശേഷം ഇന്ന് വരെ, ഈ നിമിഷം വരെ യഹൂദാ ഗോത്രത്തിൽ ദാവീദിൻ്റെ സിംഹാസനത്തിൽ ദാവീദിൻ്റെ വംശാവലിയിൽ നിന്നൊരാൾ എഴുന്നേറ്റിട്ടില്ല, ആ സിംഹാസനത്തിൽ ഇരുന്നിട്ടില്ല. ഇവിടെ ശ്രദ്ധിക്കപ്പെടേണ്ട ചില പ്രയോഗങ്ങളുണ്ട്. ഒന്ന്, യോശിയാവിൻ്റെ, ഇസ്രായേലിൽ എത്രയും വലിയ ആത്മീക നവീകരണത്തിന് കാരണമായി തീർന്നൊരു വ്യക്തിയാണ് യോശിയ രാജാവ്. യോശിയാവിൻ്റെ ഇളയ മകനാണ് സിദക്കിയാവ്. ഈ സിദക്കിയാവിനെ യഹൂദയുടെ രാജാവായിട്ടല്ല, യഹൂദ രാജാവാണെങ്കിലും യഹൂദയുടെ രാജാവായിട്ടല്ല പറയുന്നത്, ഇസ്രായേലിൻ്റെ രാജാവായിട്ടാണ്. അതിന് തെളിവ് എസെക്കിയേൽ 21-25 നമ്മൾ വായിക്കുന്ന, നിഹതനും ദുഷ്ടനുമായി ഇസ്രായേലിൻ്റെ പ്രഭുവായുള്ളൂ. അപ്പോൾ മുഴുവൻ ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ അവസാനത്തെ രാജാവാണ് ശരിക്കും സിദക്കിയാവ്. ഇനി മറ്റൊരു കാര്യം, എസെക്കിയേൽ പ്രവചനം 21-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, അതിന് അവകാശമുള്ളവൻ വരുവോളം അത് ഇല്ലാതെയിരിക്കും, അവന് ഞാനത് കൊടുക്കും. അപ്പോൾ സിദക്കിയാവിൻ്റെ സമയത്ത് അത് ഉന്മൂലനാശം വരുത്തും, മകുടം നീക്കി കിരീടം എടുത്ത് കളയുമെന്ന് പറഞ്ഞിട്ട് 27-ാമത്തെ വാക്യം ഇങ്ങനെയാണ്, ഞാനതിന് ഉന്മൂലനാശം വരുത്തും, അതിന് അവകാശമുള്ളവൻ വരുവോളം അത് ഇല്ലാതെയിരിക്കും. അവകാശമുള്ളവൻ വരുവോളം. അപ്പോൾ ബാബിലോൺ ആക്രമണം മുതൽ അല്ലെങ്കിൽ ബാബിലോൺ പ്രവാസം മുതൽ
അവകാശമുള്ളവൻ വരുവാണ്. ക്രിസ്തുവിൻ്റെ പുനരാഗമനം വരെ യഹൂദ ഗോത്രത്തിൽ ദാവീദിൻ്റെ വംശാവലിയിൽ ദാവീദിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുവാൻ ആരും ഉണ്ടായിരിക്കുകയില്ല. അപ്പോൾ ദാവീദിൻ്റെ വംശാവലി പ്രകാരമുള്ള രാജ്യത്വത്തിൽ നിന്നുള്ള ഉന്മൂലനവും യെരുശലേമിൻ്റെ നാശവും ഒക്കെ സംഭവിക്കുന്നത് ഈ ബാബിലോൺ ആക്രമണത്തോടു കൂടെയാണ്. ഇനി അവകാശമുള്ളവൻ വരുന്നതുവരെ, ക്രിസ്തു മടങ്ങി വരുന്നതുവരെ അതങ്ങനെ തന്നെ തുടരും. അപ്പോൾ ജാതികളുടെ കാലം എന്ന് പറയുന്നത് ബാബിലോൺ പ്രവാസത്തോടുകൂടെ ആരംഭിച്ച് യേശുക്രിസ്തുവിൻ്റെ പുനരാഗമനം വരെ തുടരുന്നതായിരിക്കുന്ന സുദീർഘമായിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ജാതികളുടെ കാലം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി അതോട് ചേർത്ത് അനുബന്ധമായിട്ടൊരു കാര്യം കൂടെ അവിടെ പറയാനായിട്ട് ആവശ്യമായിട്ടുണ്ട്. ജാതികളുടെ കാലത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ പരിശോധിക്കപ്പെടേണ്ടതായിരിക്കുന്ന ചില സംഗതികളാണ്. എസെക്കിയേൽ പ്രവചനം തന്നെ 21-ാം അധ്യായത്തിൻ്റെ 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വീണ്ടും വായിക്കുകയാണ്. നിഹതനും ദുഷ്ടനുമായി ഇസ്രായേലിൻ്റെ പ്രഭുവായുള്ളവയെ, അന്ത്യാകൃത്യത്തിൻ്റെ കാലത്ത് നിൻ്റെ നാൾ വന്നിരിക്കുന്നു. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ മകുടം നീക്കി കിരീടം എടുത്തു കളയും. അത് അങ്ങനെ ഇരിക്കുകയില്ല. ഞാൻ താണതിനെ ഉയർത്തുകയും ഉയർന്നതിനെ താഴ്ത്തുകയും ചെയ്യും. ഞാൻ അതിന് ഉന്മൂലനാശം വരുത്തും. അതിന് അവകാശമുള്ളവൻ വരുവോളം അതില്ലാതെ ഇരിക്കും. അവന് ഞാനത് കൊടുക്കും. ഇത് പറഞ്ഞിട്ട് അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വാക്കുണ്ട്, ഞാൻ മകുടം നീക്കി കിരീടം എടുത്തു കളയും. കിരീടം എന്നുള്ളത് ക്രൗൺ, അത് രാജകിരീടമാണ്. അത് നമുക്കറിയാം സിദക്കിയാവിനോട് കൂടെ എടുത്തു കളയുകയാണ്. എന്നാൽ മകുടം, ഡൈഡം എന്ന് പറയുന്നത് അത് മിറ്റ്സ്നെഫെത്ത് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ പൗരോഹിത്യ കിരീടമാണ്. ലേവ്യ പുസ്തകം 8-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ അഹരോൻ്റെ പൗരോഹിത്യത്തോടുള്ള ബന്ധത്തിൽ പരാമർശിക്കുന്നുണ്ട്. കിരീടം അവൻ്റെ തലയിൽ മുടി വെച്ചു, മുടിയുടെ മേൽ മുൻവശത്ത് വിശുദ്ധ കിരീടമായ പൊൻപട്ടം വെച്ചു. അപ്പോൾ ഇവിടെ ഈ മകുടം എന്ന് പറയുന്നത് പൗരോഹിത്യ കിരീടത്തെയാണ്. യഹോവയുടെ അരുളപ്പാട്, ഈ ജാതിയോടുള്ളതായിരിക്കും, ഇസ്രായേൽ ജാതിയോടുള്ളതായിരിക്കുന്ന യഹോവയുടെ അരുളപ്പാടൊന്ന് ശ്രദ്ധിക്കാം ഇത്തരണത്തിൽ. പുറപ്പാട് ദിവസം 19-ാം അധ്യായത്തിൻ്റെ 5-6 വാക്യങ്ങൾ വായിച്ചാൽ, ആകയാൽ നിങ്ങൾ എൻ്റെ വാക്ക് കേട്ടനുസരിക്കുകയും എൻ്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജാതികളിലും വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും. ഭൂമിയൊക്കെയും എനിക്കുള്ളതല്ലോ. നിങ്ങൾ എനിക്ക് ഒരു പുരോഹിത രാജ്യത്വവും വിശുദ്ധ ജനവും ആകും. മോശയോട് ചെയ്യുന്നതായിരിക്കുന്ന ഉടമ്പടിയാണ്. ഈ ഉടമ്പടിയിൽ പറയുന്ന കാര്യങ്ങൾ, നിങ്ങൾ എനിക്ക് പ്രത്യേക സമ്പത്തായിരിക്കും, പുരോഹിത രാജ്യത്വമായിരിക്കും, വിശുദ്ധ ജനമാകും എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. ദൈവത്താൽ നൽകപ്പെട്ട രാജകീയ അധികാരവും രാജകീയ മഹത്വവുമുള്ള പുരോഹിത രാജ്യമായിരുന്നു ഇസ്രായേൽ. ഇവിടെ അങ്ങനെയാണ് പറയുന്നത്, നിങ്ങൾ എനിക്കൊരു പുരോഹിത രാജ്യത്വം. അപ്പോൾ ദൈവത്താൽ നൽകപ്പെട്ട രാജകീയ മഹത്വവും രാജകീയ അധികാരവുമുള്ള പുരോഹിത രാജ്യമാണ് ഇസ്രായേൽ. ഈ പുരോഹിത രാജ്യം എന്ന പദവിക്ക് കൂടെ ആദ്യമായിട്ട് ഉന്മൂലനം സംഭവിക്കുന്നത് ഈ ബാബിലോൺ ആക്രമണത്തോടു കൂടെയാണ്. ഹോശേയ പ്രവചനം 3-ാം അധ്യായം 4-5 വാക്യങ്ങൾ നമ്മൾ വായിച്ചാൽ, ഹോശേയ പ്രവചനം 3-4-5 ഈ വിധത്തിൽ ഇസ്രായേൽ മക്കൾ ബഹുകാലം രാജാവില്ലാതെയും പ്രഭുവില്ലാതെയും യാഗമില്ലാതെയും പ്രതിഷ്ഠയില്ലാതെയും ഏഫോദില്ലാതെയും ഗൃഹബിംബമില്ലാതെയും ഇരിക്കും. പിന്നത്തേതിൽ ഇസ്രായേൽ മക്കൾ തിരിഞ്ഞ് തങ്ങളുടെ ദൈവമായ യഹോവയെയും തങ്ങളുടെ രാജാവായ ദാവീദിനെയും അന്വേഷിക്കും. ഭാവി കാലത്ത് അവർ ഭയപ്പെട്ടും കൊണ്ട് യഹോവയെങ്കിലേക്കും അവൻ്റെ നന്മയെങ്കിലേക്കും വരും. അപ്പോൾ പൗരോഹിത്യത്തിൽ നിന്നുള്ള രാജകീയമായിരിക്കുന്ന കിരീടം മാത്രമല്ല, പൗരോഹിത്യത്തിൽ നിന്നുള്ള ഉന്മൂലനം കൂടെ ആദ്യമായി സംഭവിച്ചത് ബാബിലോൺ പ്രവാസത്തോടു കൂടെ തന്നെയാണ്. എന്നാൽ ബാബിലോൺ പ്രവാസാനന്തരം ഈ പൗരോഹിത്യം പുനഃസ്ഥാപിക്കപ്പെടുന്നുണ്ട്. അത് എസ്രായുടെ പുസ്തകം പഠിച്ചാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ പ്രവാസത്തിന് ശേഷം ഈ പൗരോഹിത്യം പുനഃസ്ഥാപിക്കപ്പെടുന്നുണ്ട്. എന്നാൽ ഈ പൗരോഹിത്യം വീണ്ടും ഉന്മൂലനം ചെയ്യപ്പെടുന്നുണ്ട്. അത് നമ്മൾ വായിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിങ്കിലാണ്. യേശുക്രിസ്തുവിൻ്റെ വിസ്താര സമയത്തും മരണസമയത്ത് നടന്ന 2 സംഭവങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ, മത്തായി 26:65 നമ്മൾ വായിക്കുന്നു, ഉടനെ മഹാപുരോഹിതൻ വസ്ത്രം കീറി. അതുപോലെ മർക്കോസ് 14:63 വായിക്കുന്നു, അപ്പോൾ മഹാപുരോഹിതൻ വസ്ത്രം കീറി. അപ്പോൾ മഹാപുരോഹിതൻ വസ്ത്രം കീറുവാനായിട്ട് പാടില്ല. കാരണം ലേവ്യ പുസ്തകം 21:10 നമ്മൾ വായിക്കുന്നു, അഭിഷേക തൈലം തലയിൽ ഒഴിക്കപ്പെട്ടവനും വസ്ത്രം ധരിപ്പാൻ പ്രതിഷ്ഠിക്കപ്പെട്ടവനുമായി തൻ്റെ സഹോദരന്മാരിൽ മഹാപുരോഹിതനായവൻ തൻ്റെ തലമുടി പിച്ചിപ്പറിക്കുകയും വസ്ത്രം കീറുകയും അരുത്. വസ്ത്രം കീറിയാൽ മരണയോഗ്യനാണ്. അപ്പോൾ ഈ പൗരോഹിത്യത്തിന് രണ്ടാമത് ഉന്മൂലനം സംഭവിച്ചതായിരിക്കുന്ന രംഗമാണ് യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം. അവിടെ വിസ്താര സമയത്ത്
പുരോഹിതൻ വസ്ത്രം കീറുകയാണ്. അതുപോലെ തന്നെ യേശുക്രിസ്തു ക്രൂശിൽ മരിക്കുന്ന സമയത്ത് ഉറക്കെ നിലവിളിച്ച് പ്രാണനെ വിടുമ്പോൾ മത്തായി 27:50-51 നമ്മൾ വായിച്ചാൽ എങ്ങനെയാണ്? യേശു പിന്നെയും ഉറക്കെ നിലവിളിച്ച് പ്രാണനെ വിട്ടു. അപ്പോൾ മന്ദിരത്തിലെ തിരശീല മേൽ തൊട്ട് അടിയോളം രണ്ടായി ചിന്തിപ്പോയി. അതായത് വിശുദ്ധ സ്ഥലത്തെയും അതിവിശുദ്ധ സ്ഥലത്തെയും തമ്മിൽ വേർതിരിക്കുന്ന ആ തിരശീല ചീന്തിപ്പോവുകയാണ്. തുടർന്ന് AD 70 ഈ യെരുശലേം വീണ്ടും ടൈറ്റസിൻ്റെ നേതൃത്വത്തിൽ നശിപ്പിക്കപ്പെടുകയാണ്. അപ്പോൾ ഈ 2 പ്രാവശ്യം യെരുശലേമിന് ഉന്മൂലനാശം സംഭവിച്ചു. ബാബിലോൺ പ്രവാസകാലത്ത് ബാബിലോൺ ആക്രമണത്തിൽ ഉന്മൂലനാശം സംഭവിച്ചു. AD 70 ഒരു ഉന്മൂലനാശം ഇതിന് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ നിശ്ചയമായിട്ടും ഭാവിയിൽ ഒരു ഉന്മൂലനാശം ഒന്നുകൂടെ സംഭവിക്കുമെന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. അതാണ് മഹാപീഡന കാലത്ത് സംഭവിക്കാനായിട്ട് പോകുന്നത്. നമ്മൾ ഈ ഉന്മൂലനാശം എന്ന പ്രയോഗം അത് എസെക്കിയേൽ പ്രവചനം 21-27 വായിക്കുന്നത്. ഞാൻ അതിന് ഉന്മൂലനാശം വരുത്തും. ഐ വിൽ ഓവർടേൺ ഇറ്റ്. അപ്പോൾ ഇതൊരു ജസ്റ്റ് ഒരു ഇഡിയം, ഒരു ഭാഷാ പ്രയോഗമാണെങ്കിൽ തന്നെയും 2 പ്രാവശ്യം യെരുശലേമിന് ഇതിനോടകം ഉന്മൂലനാശം സംഭവിച്ചിട്ടുണ്ട്. ഒന്ന് ബാബിലോൺ ആക്രമണകാലത്തും പിന്നെ AD 70 ഉന്മൂലനാശം യെരുശലേമിന് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഭാവിയിൽ ഒരിക്കൽ കൂടെ അത് സംഭവിക്കും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. എന്നാൽ ജാതികളുടെ കാലത്തിന് പരിസമാപ്തി വന്നതിന് ശേഷം ഇസ്രായേൽ വീണ്ടും ഈ പൗരോഹിത്യ പദവിയിലേക്ക് ഉയർത്തപ്പെടും. അത് എസെക്കിയേൽ പ്രവചനം 21-27 നമ്മൾ വായിക്കുന്നുണ്ട്. അതിന് അവകാശമുള്ളവൻ വരുവോളം അത് ഇല്ലാതെ ഇരിക്കും, അവന് ഞാനത് കൊടുക്കുമെന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ മടങ്ങി വരവിൽ ജാതികളുടെ കാലം അവസാനിക്കുന്ന സമയത്ത് ഈ പ്രവചനത്തിൻ്റെ നിവൃത്തി സഖരിയ പ്രവചനം 6-ാം അധ്യായം അതിൻ്റെ 12-13 വാക്യങ്ങൾ വായിച്ചാൽ കാണാനായിട്ട് സാധിക്കും. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, മുള എന്ന് പേരുള്ള ഒരു പുരുഷനുണ്ടല്ലോ, അവൻ തൻ്റെ നിലയിൽ നിന്ന് മുളച്ചു വന്ന് യഹോവയുടെ മന്ദിരം പണിയും. അവൻ തന്നെ യഹോവയുടെ മന്ദിരം പണിയും. അവൻ ബഹുമാനഭൂഷണം ധരിച്ച് സിംഹാസനത്തിലിരുന്ന് വാഴും. അവൻ സിംഹാസനത്തിൽ പുരോഹിതനുമായിരിക്കും. ഇരുവർക്കും തമ്മിൽ സമാധാന മന്ത്രണം ഉണ്ടാകും. അപ്പോൾ അവകാശമുള്ളവൻ വരുന്നത് വരെ ബാബിലോൺ ആക്രമണത്തോടുകൂടെ ആരംഭിച്ചതായിരിക്കുന്ന ജാതികളുടെ കാലം ഇനി അവസാനിക്കാനായിട്ട് പോകുന്നത് യേശുക്രിസ്തുവിൻ്റെ മടങ്ങി വരവിലാണ്, യേശുക്രിസ്തുവിൻ്റെ പുനരാഗമനത്തെങ്കിലാണ്. ഈ ജാതികളുടെ കാലം ആരംഭിച്ച സമയത്തും അവസാനിക്കുന്ന സമയത്തും സമാനമായൊരു സംഭവം നടക്കുന്നത് നമുക്ക് തിരുവെഴുത്ത് വ്യക്തമാക്കി തരുന്നുണ്ട്. ജാതികളുടെ കാലം ആരംഭിച്ച സമയത്ത് ദാനിയേൽ പ്രവചനം 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദുരാസമഭൂമിയിൽ ഒരു സ്വർണ്ണബിംബത്തെ പ്രതിഷ്ഠിച്ചുകൊണ്ട് വണങ്ങി നമസ്കരിക്കുവാനായിട്ട് ആരാധിക്കുവാനായിട്ട് യഹൂദന്മാരോട് ആവശ്യപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ സകല ഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലുമുള്ളതായിരിക്കുന്ന ആളുകൾ ഈ ബിംബത്തെ വണങ്ങി നമസ്കരിക്കാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ നമുക്കറിയാം ശദ്രക് മേശക് അബേദ്നെഗോ ഈ യഹൂദ ശേഷിപ്പ് അതിനെതിരായിട്ട് നിലകൊള്ളുകയും 7 മടങ്ങ് ചൂട് വർദ്ധിപ്പിച്ച തീച്ചൂളയിലേക്ക് അവർ എടുത്തെറിയപ്പെടുന്നതും നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ ജാതികളുടെ കാലം അവസാനിക്കുന്ന സമയത്തും അവസാനത്തെ വിജാതീയ ലോകരാജാവായിരിക്കുന്ന എതിർ ക്രിസ്തു ഒരു പ്രതിഷ്ഠ, ഒരു ബിംബത്തെ ദൈവാലയത്തിൽ നിർത്തിക്കൊണ്ട് അതിനെ വണങ്ങി നമസ്കരിക്കുവാൻ ആവശ്യപ്പെടുമ്പോൾ അവിടെയും അതിനെതിരെ നിൽക്കുന്ന ഒരു യഹൂദ ശേഷിപ്പുണ്ട്. അവരുടെ വീണ്ടെടുപ്പിന് വേണ്ടിയാണ് യേശുക്രിസ്തു സ്വർഗത്തിൽ നിന്ന് 1000 വിശുദ്ധന്മാരുമായിട്ട് ഇറങ്ങി വരാനായിട്ട് പോകുന്നത്. അവിടെയാണ് ജാതികളുടെ കാലത്തിന് പരിസമാപ്തി സംഭവിക്കുന്നത്. അപ്പോൾ ജാതികളുടെ കാലം തികയുവോളം ജാതികൾ യെരുശലേം ചവിട്ടിക്കളയുമെന്ന് തിരുവെഴുത്ത് പറയുമ്പോൾ യെരുശലേം ആക്രമണത്തോടുകൂടി ബാബിലോണിൻ്റെ യെരുശലേം ആക്രമണത്തോടുകൂടി ആരംഭിച്ചതായിരിക്കുന്ന ആ ജാതികളുടെ കാലം യേശുക്രിസ്തുവിൻ്റെ മഹത്വ പ്രത്യക്ഷതയെങ്കിൽ അവകാശമുള്ളവൻ വരുമ്പോൾ ഈ ജാതികളുടെ കാലത്തിന് പരിസമാപ്തി കുറിക്കുകയാണ്. അപ്പോൾ ഈ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ സംബന്ധിച്ച് അവർ രാജാവില്ലാതെ, ഏഫോദില്ലാതെ, പ്രതിഷ്ഠയില്ലാതെ, ഗൃഹബിംബമില്ലാതെ, ഒറ്റവാക്കിൽ പറഞ്ഞാൽ ദാവീദിൻ്റെ യഹൂദ ഗോത്രത്തിൽ ദാവീദിൻ്റെ സിംഹാസനത്തിൽ ദാവീദിൻ്റെ വംശാവലിയിൽ നിന്നുള്ള ഒരാളും അവരെ ഭരിക്കുവാനായിട്ട് ഉണ്ടായിരിക്കുകയില്ല. മാത്രമല്ല മകുടം നീക്കി കിരീടം എടുത്തു കളഞ്ഞതായിരിക്കുന്ന ഒരു കാലഘട്ടം, അതാണ് ജാതികളുടെ കാലം. ഇന്ന് ആ ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇസ്രായേൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അനധിവിദൂര ഭാവിയിൽ 1000 വിശുദ്ധന്മാരുമായിട്ട് കർത്താവ് ഇറങ്ങി വരുമ്പോൾ അബ്രഹാമിനോട് ചെയ്തതായിരിക്കുന്ന വാഗ്ദത്തത്തിൻ്റെ നിവൃത്തിക്കായിട്ട് ക്രിസ്തു മടങ്ങി വരുന്നതായിരിക്കുന്ന ആ സമയത്താണ് ഇനിയും ഇസ്രായേലിനൊരു പുനഃസ്ഥാപനം, ജാതികളുടെ കാലത്തെ അവസാനിപ്പിച്ചുകൊണ്ട് ഇസ്രായേലിന് ആ വാഗ്ദത്തങ്ങളെ ദൈവം നിറവേറ്റി കൊടുക്കാനായിട്ട് പോകുന്നത്. അത് അതിവേഗം സംഭവിക്കുമെന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. ലോക സംഭവങ്ങൾ അതൊന്നൊന്നായി വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശുക്രിസ്തുവിൻ്റെ പുനരാഗമനം ആ നിലയിൽ ഏറ്റവും അടുത്തിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അപ്പോൾ ജാതികളുടെ കാലം എന്ത് എന്നത് സംബന്ധിച്ച് വ്യക്തമായൊരു ചിത്രം നമുക്ക് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതിനെ സംബന്ധിച്ച് തുടർന്ന് ഇസ്രായേലിൻ്റെ ഭാവിയെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ, കൂടുതൽ വിശദാംശങ്ങൾ തിരുവെഴുത്തിൻ്റെ അടിസ്ഥാനത്തിൽ വരും ദിവസങ്ങളിൽ നമുക്ക് പരിശോധിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ.
കൃത്യമായ സന്ദേശങ്ങളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ നിങ്ങൾ ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. മറക്കാതെ കാണുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.